أعوذ بالله من الشيطان الرجيم قل أتحاجوننا في الله وربنا وربكم ولنا أعمالنا ولكم أعمالكم ونحن له مخلصون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ അൽ മുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ ബഖറയിലെ 139 വചനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഖുൽ അതുഹാജ്ജൂനനാ ഫില്ലാഹി വഹുവ റബ്ബുനാ വറബ്ബുക്കും വലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും വനഹ്നു ലഹു മുഖ്ലിസൂൻ. ഇതാണ് ഇന്നത്തെ ആയത്ത് അഥവാ ആശയം. നബിയെ, താങ്കൾ ചോദിക്കുക, അതുഹാജ്ജൂനനാ ഫില്ലാഹ്, അല്ലാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ? വഹുവ റബ്ബുന വറബ്ബുക്കും, അവനാണല്ലോ ഞങ്ങളുടെയും നിങ്ങളുടെയും റബ്ബ്. അതിനാൽ വലന അഅ്മാലുന വലക്കും അഅ്മാലുക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. വനഹ്നു ലഹു മുഖ്ലിസൂൻ, ഞങ്ങൾ ആ റബ്ബിന് നിഷ്കളങ്കമായി കീഴ്പ്പെടുന്നവരാകുന്നു എന്ന് നബിയെ താങ്കൾ ഈ യഹൂദികളോടും നസ്രാക്കളോടും പറയുക എന്നാണ് ആയത്തിൻ്റെ ആശയം. കഴിഞ്ഞ കുറേ വചനങ്ങളായി ജൂത ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പരാമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ വ്യത്യസ്തമായ വിഷയങ്ങൾ അവരോട് ചോദിക്കുവാനും പറയുവാനും ഒക്കെ അല്ലാഹു തആല പഠിപ്പിച്ചു. ശേഷം അല്ലാഹ് പറഞ്ഞു, സിബ്ഗത്തല്ലാഹ് വമൻ അഹ്സന മിനല്ലാഹി സിബ്ഗ വനഹ്നു ലഹു ആബിദൂൻ എന്ന് ശേഷം പറയുകയും ചെയ്തു. അല്ലാഹു നൽകുന്ന സിബ്ഗത്താണ്, റബ്ബിൻ്റെ ചായമുക്കലാണ് ശരിയായത്. അതിനേക്കാളും നല്ല സിബത്ത് നൽകാൻ ആരുണ്ട്? ആ റബ്ബിന് നാം ഇബാദത്ത് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്, ഈ റബ്ബിൻ്റെ കാര്യത്തിലാണോ നിങ്ങൾ ഞങ്ങളുമായി തർക്കിക്കുന്നത്? ഞങ്ങളുടെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹ്, ആ അല്ലാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ? ഖുൽ അതുഹാജ്ജൂനനാ ഫില്ലാഹ്, നബിയെ താങ്കൾ ചോദിക്കുക, അതുഹാജ്ജൂനനാ, നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ ഫില്ലാഹ്, അല്ലാഹുവിൻ്റെ കാര്യത്തിൽ. വഹുവ റബ്ബുന വറബ്ബുക്കും, അവനാണ് ഞങ്ങളുടെ റബ്ബ് നിങ്ങളുടെയും റബ്ബ് എന്നിരിക്കെ റബ്ബായി നിങ്ങൾ അംഗീകരിക്കുന്ന അല്ലാഹു തആല, ആ അല്ലാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കുകയാണോ എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ ഇതിൻ്റെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. ഇവരോടുള്ള ഈ ഒരു തർക്കം, ഈ ചോദ്യം, അത് എന്തിനാണ് എന്നാണ്. ആ റബ്ബിന് ഇഖ്ലാസോടെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അവരെ വിമർശിക്കുന്ന യഹൂദ നസ്രാക്കൾ, അവരോടുള്ള ഖണ്ഡനമാണിത്. യുസ്തഫാദു മിൻ ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ നിന്ന് ഗ്രഹിക്കാം അൽ ഇൻകാറു അലൽ യഹൂദി വൻ നസ്വാറ, യഹൂദികളെയും നസ്വാറാക്കളെയും എതിർക്കണമെന്ന് ഈ ആയത്തിൽ മനസ്സിലാക്കാം. അല്ലദീന യുഹാജ്ജൂനൽ മുസ്ലിമീന ഫില്ലാഹ് മഅ ഇഖ്റാറിഹിം ബിഅന്നഹും റബ്ബുഹും, അല്ലാഹു തആല അവർ റബ്ബാണ് എന്ന് അംഗീകരിക്കുന്ന യഹൂദികൾ നസ്വാറാക്കളും ആ അംഗീകാരമുള്ളതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അവർ മുസ്ലിമീങ്ങളോട് തർക്കിക്കാൻ വരുന്നു.
അവരോടുള്ള എതിർപ്പാണ് ഈ ആയത്തിലുള്ളത്. കാരണം അല്ലാഹ് പറഞ്ഞല്ലോ അതുഹാജൂനനാ ഫില്ലാ എന്ന് നബിയെ താങ്കൾ ചോദിക്കണം എന്ന് അല്ലാഹ് പറഞ്ഞാണ് തെളിവ്. മാത്രമല്ല മിൻ ഫവായിദിഹ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അത്തസ്നീഉ അലാ മൻ യുഹാജു ഫി അംരിൻ യഅ്തരിഫു ബിഹി. താൻ അംഗീകരിക്കുന്ന ഒരു കാര്യത്തിൽ തന്നെ മറ്റുള്ളവരുമായി തർക്കിക്കുന്ന ആളുകൾ അവരെ ആ ചെയ്തി മോശമാണ് എന്ന് പഠിപ്പിക്കൽ ഇതിലുണ്ട്. കാരണം അവർ അള്ളാഹിൻ്റെ കാര്യത്തിലാണ് തർക്കിക്കുന്നത്. യഹൂദികളും നസാറാക്കളും അള്ളാഹുവിൻ്റെ വിഷയത്തിലാണ് തർക്കിക്കുന്നത്. അവരും അള്ളാഹിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ താൻ അംഗീകരിക്കുന്നൊരു കാര്യം അതേ കാര്യത്തിൽ മറ്റൊരു ആളോട് തർക്കിക്കുമ്പോൾ എത്ര മോശപ്പെട്ട പണിയാണ് അവർ ചെയ്യുന്നത് എന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വമിൻഹ ഈ ആയത്ത് പഠിപ്പിക്കുന്ന കാര്യമാണ് ഉജൂബുൽ ബറാഅത്തി മിൻ അഅ്മാദിൽ കുഫാർ. അവിശ്വാസികളായ നിഷേധികളായ ആളുകളുടെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുമായി നമുക്ക് ബന്ധമുണ്ടാകാൻ പാടില്ല, അതിൽ നാം ബന്ധം വിച്ഛേദിക്കണം എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. കാരണം എന്താ? അല്ലാഹ് പറഞ്ഞു വലന അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ അമൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമൽ. അപ്പം അവരെ അമൽ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അവിശ്വാസികളായ നിഷേധികളായ ആളുകളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ സ്വീകരിക്കാവതല്ല. അവരുടെ പ്രവർത്തനം അവർക്ക്, നമ്മുടെ പ്രവർത്തനം നമുക്ക്. അൽ ബറാഅത്തു മിൻ അഅ്മാദിൽ കുഫാർ. അവിശ്വാസികളുടെ കർമ്മങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങൾ വിട്ടുനിൽക്കണം, ഒഴിവാകണം എന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വമിൻഹ അന്നഹു യംബഗി ലിൽ മർഇ അൻ യഫ്തഖിറ ബിമാ ഹുവ അലൈഹി മിനൽ ഹഖ്. തൻ്റെ പക്കലുള്ള ഹക്ക്, ആ ഹക്ക് അഭിമാനപൂർവ്വം എടുത്തു പറയുക എന്നത് ഒരു മനുഷ്യൻ്റെ ബാധ്യതയാണ്. താൻ ഒരു സത്യം സ്വീകരിക്കുന്നു, അത് സത്യമാണെന്ന് ബോധ്യമുണ്ട് എങ്കിൽ, അത് സത്യമാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ ആ സത്യത്തെ അഭിമാനപൂർവ്വം എടുത്തു പറയുക എന്നത് ഒരു മനുഷ്യൻ്റെ ബാധ്യതയാണ്. കാരണം എന്താ? വലന അഅ്മാലുന എന്ന് പറയാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനം എന്ന് മാത്രമല്ല പറഞ്ഞത്, വലന അഅ്മാലു, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമൽ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ അമൽ ശരിയാണ്, അതാണ് ശരി, ഞങ്ങളത് ചെയ്യും, ഞങ്ങൾക്കത് മതി എന്ന് പറയണമെങ്കിൽ അതിൽ ഒരു ഇസ്സത്ത് അനുഭവപ്പെടണം, ഒരു ഫഖർ, ഒരു അഭിമാനമുണ്ടാകണം. അപ്പോൾ നമ്മുടെ കൈവശമുള്ള ഹക്കിൻ്റെ കാര്യത്തിൽ നമുക്കൊരു അഭിമാനബോധമുണ്ടാവുക എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അഥവാ ഫനഹ്നു മുഫ്തഖിറൂന ബിഹാ ബരീഊന മിൻ അഅ്മാലിക്കും എന്നർത്ഥം. ഞങ്ങളുടെ അമലുകളിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു, നിങ്ങളുടെ അമലിൽ നിന്ന് ഞങ്ങൾ ബന്ധം ഒഴിവായി പോവുകയും ചെയ്യുന്നു എന്ന് ഇതിൽ ഒരാശയമുണ്ട് ഇവിടെ. മാത്രമല്ല മിൻഹ ഈ ആയത്തിൽ നിന്ന് ഗ്രഹിക്കാവുന്ന കാര്യമാണ് അന്നഹു ലാ യജൂസു തശബ്ബുഹു ബിഅഅ്ദാഇല്ലാ. അള്ളാഹുവിൻ്റെ ശത്രുക്കളുമായി സാദൃശ്യപ്പെടാൻ പാടില്ല. പടച്ച റബ്ബിൻ്റെ എതിരാളികൾ, ലോകസട്ടാവിൻ്റെ ശത്രുക്കൾ, ആ ശത്രുക്കളുമായി ഒരിക്കലും സാദൃശ്യപ്പെടാൻ പാടില്ല. ലിഅന്നൽ മുശാബഹത മുവാഫഖത്തുൻ ബിൽ അമൽ. കാരണം സാദൃശ്യപ്പെടുക എന്നത് പ്രവർത്തനങ്ങളിൽ യോജിക്കലാണ്. അവിടെ അവരുടെ പ്രവർത്തനം യോജിച്ചു കഴിഞ്ഞാൽ അവിടെ സാദൃശ്യപ്പെടലായി മാറി. അതില്ല. വലന അഅ്മാലുന വലക്കും അഅ്മാലുക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ അമൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമൽ. സാദൃശ്യപ്പെടലില്ല. സാദൃശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ യോജിക്കൽ വരും, അത് പാടില്ല. നബി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതെങ്കിലും ജനവിഭാഗത്തോട് ഒരു സാദൃശ്യം വെച്ച് പുലർത്തിയാൽ അവൻ അവരിൽപ്പെട്ടവനാകുന്നു. അതുകൊണ്ട് യഹൂദി നസ്വാറാക്കൾ അടക്കമുള്ള ലോകസട്ടാവിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്ന ആളുകളുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല, അവരോട് നമുക്ക് ശത്രുതയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ അല്ലാഹ് പറഞ്ഞത് വലന അഅ്മാലുന വലക്കും അഅ്മാലുക്കും ഫനഹ്നു മുതമയ്യിസൂന അൻകും വഅൻതും മുതമയ്യിസൂന അന്നാ. ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു, നിങ്ങൾ ഞങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനാണ് പറഞ്ഞത്. വമിൻഹ ഉജൂബുൽ ഇഖ്ലാസ് ലില്ലാഹി തആല. ഈ ആയത്തിലെ മറ്റൊരു പാഠമാണ് അല്ലാഹു തആലാക്ക് നിഷ്കളങ്കമായി നാം കീഴ്പ്പെടൽ നിർബന്ധമാണ്. ലിതഖദീമിൽ മഅമൂലി ഫീ ഖൗലിഹി തആല വനഹ്നു ലഹു മുഖ്ലിസൂൻ. ആയത്ത് അവസാനിച്ചത് അങ്ങനെയാണല്ലോ, വനഹ്നു ലഹു മുഖ്ലിസൂൻ എന്നാണ്. ശരിക്ക് പറയേണ്ടത് വനഹ്നു മുഖ്ലിസൂന ലഹു എന്നാണ്. വനഹ്നു മുഖ്ലിസൂന ലഹു എന്ന് പറയണം. പക്ഷേ അത് പറയാതെ ലഹു ഇങ്ങോട്ട് കൊണ്ടുവന്നു. വനഹ്നു ലഹു മുഖ്ലിസൂൻ എന്ന് ലഹു ആദ്യം പറഞ്ഞു. ആദ്യം പറഞ്ഞതിലൂടെ അവിടെ ഹസ്ർ വരുന്നു. പിന്തിച്ചു പറയേണ്ടതിനെ
മുന്തിച്ചു പറയുക, തഖദീമു മാ ഹഖ്ഖു വത്തഖീർ, പിന്തിച്ചു പറയേണ്ടതിനെ മുന്തിച്ചു പറയുക എന്നത് ഹസ്ർ പരിമിതപ്പെടുത്താൻ മാത്രം എന്നർത്ഥം കിട്ടാൻ പര്യാപ്തമായ ശൈലിയാണ്. വനഹ്നു മുഖ്ലിസുന ലഹു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അള്ളാഹുവിന് ഇഖ്ലാസുള്ളവരാണ് എന്നാകും അർത്ഥം. വനഹ്നു ലഹു മുഖ്ലിസുന എന്ന് പറഞ്ഞാലോ ഞങ്ങൾ അള്ളാഹു തആലാക്ക് മാത്രം കീഴ്പ്പെടുന്നവരാണ് എന്നായി അർത്ഥം. അതുകൊണ്ട് അള്ളാഹ്ക്ക് മാത്രമായി കാര്യങ്ങൾ ചെയ്യൽ നിർബന്ധമാണ്. ഉജൂബുൽ ഇഖ്ലാസ് ലില്ലാഹ്, അള്ളാഹു തആലാക്ക് മാത്രമായി കീഴ്പ്പെടുക എന്നത് വാജിബാകുന്നു, നിർബന്ധമാകുന്നു എന്ന് ഇവിടെ ലഹു എന്ന മഅ്മൂലിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക വഴി ആ ആശയം ലഭിക്കുമെന്നാണ്. ഇങ്ങനെ ധാരാളം ആശയങ്ങളെ, വലിയ വലിയ തത്വങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വചനമാണ് ഈ ചെറിയ വചനം. അതുകൊണ്ട് റഹ്മാനായ റബ്ബിൻ്റെ എതിരാളികൾ, ലോകസട്ടാവിൻ്റെ ശത്രുക്കൾ, അവരുമായി ബന്ധമില്ല. അവരുടെ കർമ്മങ്ങൾ അവർക്ക്, നമ്മുടെ കർമ്മങ്ങൾ നമുക്ക്. നമ്മുടെ കർമ്മം സത്യമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, നമ്മുടെ ആശയം ശരിയാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അതിൽ അഭിമാനം കൊള്ളുകയും അഭിമാനപൂർവ്വം അതെടുത്തു പറയുകയും അത് ജീവിതത്തിൽ പാലിക്കുകയും അതിനെതിരായ കർമ്മങ്ങളിൽ ഭാഗവാക്കാതിരിക്കുകയും അതിൽ നിന്ന് പിന്മാറിയിരിക്കുകയും അവരുമായുള്ള ബന്ധവിച്ഛേദനത്തെ പ്രഖ്യാപിക്കുകയും ചെയ്യണമെന്നാണ് ഈ ആയത്തിനെ പഠിപ്പിക്കുന്നത് എന്നാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞ ആകത്തുക. ഇതെല്ലാം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു പ്രത്യേകമായ അറിയിപ്പുള്ളത്, വിശുദ്ധ റമദാൻ്റെ ഭാഗമായി ഈ അൽ മുബീൻ ക്ലാസ്സുകൾ തൽക്കാലം നമ്മൾ നിർത്തിവെക്കുന്നു. റമദാന് ശേഷമായിരിക്കും ഈ ക്ലാസ് ഉണ്ടാവുക. റമദാനിൽ ഒട്ടനവധി ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കാൻ സാഹചര്യമുണ്ട്. ധാരാളം ഖുർആൻ പഠന സംരംഭങ്ങൾ, ധാരാളം പഠന ക്ലാസ്സുകൾ എല്ലാമുണ്ട്. അതേപോലെ ജാമിഅ ഹിന്ദുമായി ബന്ധപ്പെട്ട ധാരാളം യാത്രകൾ ഞങ്ങൾക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുകൾ അത് റെക്കോർഡ് ചെയ്യലും അത് ആ നിലക്ക് ആളുകൾക്ക് എത്തിക്കലുമൊക്കെ ഒരുപക്ഷെ നടക്കണമെന്നില്ല. അതിനാൽ ഈ ക്ലാസ് തൽക്കാലം നിർത്തിവെക്കുകയും റമദാന് ശേഷം ഇൻഷാ അല്ലാഹ് തുടരുകയും ചെയ്യും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.